ഞാൻ നിങ്ങളോട് പലതവണ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഈ മതേതരത്വത്തിന് എന്തെങ്കിലും ക്ഷതം പറ്റിക്കഴിഞ്ഞാൽ എനിക്ക് ആകെ ഒരു പെരുവിരൽ മുതൽ അങ്ങ് ചൊറിഞ്ഞു കയറും. വല്ലാതെ അപ്സെറ്റാകും. അങ്ങനത്തെ ഒരു ശരീരപ്രകൃതിയാണ് എൻ്റെ. അതുപോലെ മതേതരത്വം പൂത്തുലയുമ്പോൾ ഞാൻ രോമാഞ്ച കഞ്ചുകിതനാകും. കഞ്ചുകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതപ്പ് എന്ന് ഉള്ള അർത്ഥത്തിൽ വേണം അതെടുക്കാൻ. മറ്റു രീതിയിലുള്ള അർത്ഥം എടുക്കരുത്. വേറെയും ചില ഇച്ചിരി നല്ലതല്ലാത്ത അർത്ഥമൊക്കെ അതിനുണ്ട്. അത് കവികൾ രോമാഞ്ച കഞ്ചുകം എന്നാണ് പറയാറുള്ളത്. അങ്ങനത്തെ ഒരു രോമാഞ്ചം ഉണ്ടാക്കുന്ന സംഭവം നടക്കുകയും തുടർന്ന് ഞാൻ നല്ലൊരു രോമാഞ്ച കുപ്പായം തന്നെ വാങ്ങിച്ച് അണിയുകയും ചെയ്തിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. ഇപ്പോൾ ഈ ഷർട്ട് വലിയ കാര്യമായിട്ട് എടുക്കണ്ട. ഇതിൻ്റെ അടിയിൽ രോമാഞ്ച കുപ്പായമുണ്ട്. രോമാഞ്ച കഞ്ചുകം പുതച്ചിരിക്കുകയാണ് മൊത്തം. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വി ഡി സതീശൻ്റെ ക്യാബിനറ്റ് അങ്ങനെ നീണ്ടു പോവുകയാണല്ലോ. ഒരുപക്ഷെ ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോഴത്തേക്ക് അതിനകത്തെ വഴക്ക് സെറ്റിലായി കാണണേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. കാരണം ഇതുപോലത്തെ ഈ കുൽസിത പ്രവൃത്തികൾ അധിക നേരം നീട്ടിക്കൊണ്ടു പോകുന്നത് നല്ലതല്ല. പ്രത്യേകിച്ച് നമുക്കെന്തെങ്കിലും ദോഷം വരുമെന്ന് വിചാരിച്ചിട്ടല്ല, ഇവരുടെയൊക്കെ ഈ കള്ളക്കളി എക്സ്പോസായി പോകും എന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ സംഭവം എന്താ, ലത്തീൻ സഭ കയറി ഉടക്കി. അപ്പോൾ ഒരു സഭയുടെയും ഒരു സാമുദായിക നേതൃത്വത്തിൻ്റെയും തിണ്ണ നിരങ്ങുന്നില്ല എന്ന് വി ഡി സതീശൻ പലതവണ ആവർത്തിച്ച് ഉറക്കെ പ്രഖ്യാപിച്ചതാണ്. അങ്ങനെ പ്രഖ്യാപിച്ച പുള്ളി വാഴവെയാണ് ലത്തീൻ സഭ കയറി ഉടക്കുന്നത്. അപ്പോൾ തൻ്റെ പ്രതിജ്ഞ സുഖസുന്ദരമായിട്ട് ലംഘിച്ച് വി ഡി സതീശൻ എന്ന മുഖ്യമന്ത്രി അവിടെ ബിഷപ്പിൻ്റെ തിണ്ണ നിരങ്ങാനായിട്ട് പോയി. അവിടെ പോയപ്പോൾ ഈ ബിഷപ്സ് പാലസ് എന്നാണ് അതിന് പറയുന്നത്, കൊട്ടാരത്തിന് തിണ്ണയില്ല. അതുകൊണ്ട് തിണ്ണയിൽ നിരങ്ങാൻ പറ്റിയില്ല. വി ഡി സതീശൻ നേരെ അകത്ത് പോയി. വി ഡി സതീശൻ വന്നതിൻ്റെ സന്തോഷം കൊണ്ട് ഒരു രോമാഞ്ച പുതപ്പ്, നിങ്ങൾ ആ വീഡിയോ കണ്ടു കാണും, ഒരു പുതപ്പെടുത്തിട്ട് അവരങ്ങ് ഈ ബാർബർ ഷാപ്പിലൊക്കെ പുതയ്ക്കുന്ന പോലെ വി ഡി സതീശൻ അങ്ങ് പൊതിഞ്ഞെടുത്തു. എന്നിട്ട് അവർ തമ്മിൽ എന്തോ സംസാരിച്ചു, ഒക്കെ ആയിട്ട് പിരിഞ്ഞു. ഉടൻ തന്നെ പ്രശ്നപരിഹാരം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് പിരിഞ്ഞു. അപ്പോൾ ഇതെന്താ സംഗതി, കാര്യം അറിയണ്ടേ, എന്താണ് പ്രശ്നം? അപ്പോൾ ലത്തീൻ സഭയുടെ ആവശ്യം ഫിഷറീസ് വകുപ്പ് ഒരു ലത്തീൻ കത്തോലിക്കൻ തന്നെ ഭരിക്കണം, എങ്കിലേ ആ വകുപ്പ് വരുള്ളൂ. ഭരിക്കുക എന്നുള്ളതിന് അങ്ങനെ ഒരു ധാതുവാണല്ലോ, ഭരും എന്ന് വേണം പറയാൻ. അപ്പം ഞാൻ ഭരിച്ചാലേ ഭരികയുള്ളൂ എന്നുള്ളതാണ് ലത്തീൻ വിഭാഗത്തിൻ്റെ വാദം. അപ്പോൾ യൂജീൻ പെരേര എന്ന് പറയുന്ന അവരുടെ വികാരി, അങ്ങേർക്ക് എന്തോ ഡെസിഗ്നേഷൻ ഉണ്ട്, അപ്പോൾ ഡയറക്ടർ ജനറലോ വികാരി ജനറൽ എന്നോ അങ്ങനെയൊക്കെ ഉണ്ട്. എനിക്കിതൊന്നും അറിയാമല്ല, എനിക്ക് ഇവരുമായിട്ട് യാതൊരു അടുപ്പമോ സംഗതിയോ ഒന്നുമില്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട തിരുമേനി എന്നോട് എന്തെങ്കിലും ഡെസിഗ്നേഷനിൽ തെറ്റ് വരുത്തിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഏതായാലും യൂജിൻ പെരേര കൃത്യമായിട്ട് ടി വിക്കാരോട് കാര്യം പറഞ്ഞു. ഫിഷറീസ് വകുപ്പ് ഭരിക്കണമെങ്കിൽ മത്സ്യത്തൊഴിലാളികൾ എന്താണ് അവരുടെ ജോലി, അതിലെ റിസ്ക് എന്താണ്, കടലിൻ്റെ പെരുമാറ്റം എന്താണ്, വിഴിഞ്ഞം തുറമുഖം വന്നതിന് ശേഷം മുതലപ്പുഴയിൽ നിരന്തരം ആക്സിഡൻ്റ് ഉണ്ടാകുന്നത് എന്തുകൊണ്ട്, കടൽ എങ്ങോട്ട് പോകുന്നു, എവിടെ കയറുന്നു, എവിടെ ഇറങ്ങുന്നു, ഇതൊക്കെ അറിയുകയും കടൽ എന്താണെന്നും മത്സ്യം എന്താണെന്നും മത്സ്യബന്ധനം എന്താണെന്നും അറിയാവുന്ന ആൾ വേണം മന്ത്രി. ന്യായമായ കാര്യമല്ലേ? ന്യായമാണ്. പക്ഷേ ആ ന്യായം ഞാൻ എക്സൈസിലേക്ക്, എം ലിജു ആണ് എക്സൈസ് മന്ത്രി. ഈ എം ലിജുവിന് ബ്രാൻഡി വിസ്കി ഏതാണെന്ന് തിരിച്ചറിയാനുള്ള കഴിവുണ്ടോ? ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല. എൻ്റെ അറിവിൽ ലിജു മദ്യപിക്കാറില്ല. പിന്നെ ആരോടെങ്കിലും ചോദിക്കുമ്പോൾ അവർക്ക് ഇതിൻ്റെ ഇത് കുടിച്ചു നോക്കിയാലേ വ്യത്യാസം പറയാൻ പറ്റുള്ളൂ. അതാണല്ലോ മദ്യത്തിൻ്റെ ഒരു പ്രത്യേകത. ബ്രാൻഡി, വിസ്കി, റമ്മ്, അത് ഇത് ചാപ്പ് ചവറ് ഒരുപാടൊക്കെ ഉണ്ട് അതിൽ. അപ്പോൾ ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസം ഈ മന്ത്രിക്ക് അറിയാമോ?
4 സ്റ്റാർ 5 സ്റ്റാർ ബാറുകൾ തമ്മിലുള്ള വ്യത്യാസം അറിയാമോ? നിപ്പൻ ബാറുകൾ തമ്മിൽ വ്യത്യാസം അറിയാമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എം ലിജു കറങ്ങിപ്പോകും. അപ്പോൾ എം ലിജുവിന് എക്സൈസ് വകുപ്പ് കൊടുക്കാൻ പറ്റില്ല എന്നുള്ള സ്ഥിതി വരും. ഈ ലോജിക്ക് കറക്റ്റാണെങ്കിൽ ഫിഷറീസ് വകുപ്പുകാരന് മീൻ പിടിക്കാൻ അറിയണമെങ്കിൽ എക്സൈസുകാരന് കള്ളു കുടിക്കാനും അറിയണമല്ലോ, അല്ലാതെ എക്സൈസ്. അപ്പോൾ ഏതായാലും അങ്ങനത്തെ ചോദ്യങ്ങൾക്കൊന്നും രാഷ്ട്രീയത്തിൽ സ്ഥാനമില്ല. അപ്പോൾ അവരുടെ ആവശ്യം ഈ ഫിഷറീസ് വകുപ്പ് കോൺഗ്രസ് ഏറ്റെടുക്കണം, മുസ്ലിം ലീഗിന് കൊടുക്കരുത്. അപ്പോഴെനിക്ക് സംശയം വർദ്ധിച്ചു. ഇവിടെ അത് മുസ്ലിം ലീഗിന് കൊടുത്താലെന്താ? അവരും ഫിഷറീസ് വകുപ്പ് കൊണ്ട് നടക്കുന്നവരല്ലേ. അവർക്ക് ഇപ്പം ഏത് മന്ത്രിക്ക് ഏത് വകുപ്പാണെങ്കിലും അത് കൊണ്ട് നടക്കാൻ സെക്രട്ടറിമാരുണ്ട്, കാര്യങ്ങളൊക്കെ നടന്നോളും. അതുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞ പോലെ വലിയ ഭൂലോക വില്ലാളി വീരനൊന്നും ആകണ്ട മന്ത്രിയാകാനായിട്ട്. മന്ത്രിയാകാനായിട്ട് നമുക്കറിയാമല്ലോ, മന്ത്രിയാവാനല്ല ക്വാളിഫിക്കേഷൻ. നിങ്ങൾ ഏത് ഗ്രൂപ്പ്, ഏത് മതം, ഏത് ജാതി, ഇതൊക്കെ നോക്കിയിട്ടാണ് അതിൽ നിന്നൊക്കെ ആളെ എടുത്തിട്ടാണ് മന്ത്രിയാക്കുന്നത്, അല്ലാതെ കഴിവും കുന്ത്രാണ്ടവും ഒന്നും നോക്കിയിട്ടല്ല. അപ്പോൾ അതുകൊണ്ട് ആർക്കും മന്ത്രിയാകാം. മുസ്ലിം ലീഗിനും ഫിഷറീസ് മന്ത്രിയാകാം. എന്താ അതിൽ തരക്കേട്? മുസ്ലിം ലീഗിന് ഇത് കൊടുക്കരുത് എന്ന് പറയുന്നതിൽ അതിനകത്തെ ഹിക്മത്ത് എന്താ? അതാണ് എനിക്കറിയേണ്ടിയിരുന്നത്. ഞാൻ വിശാലമായിട്ട് അന്വേഷിച്ചു. സാധാരണഗതിയിലുണ്ടല്ലോ, ഒരു വകുപ്പ് എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് രാഷ്ട്രീയ കക്ഷികൾ വാശി പിടിക്കാറുണ്ട്. അതിൽ നിന്നുള്ള വരുമാനം അല്ലെങ്കിൽ ആ സ്ഥാനം, അതിനുള്ള റീച്ച്, ഇതൊക്കെ കണക്ക് കൂട്ടിയിട്ടായിരിക്കും. പക്ഷേ ഒരു വകുപ്പ് മറ്റേ ആൾക്ക് കൊടുക്കരുത് എന്ന് പറഞ്ഞ് മൂന്നാമതൊരാൾ വാശി പിടിക്കുന്നത് ആദ്യമായിട്ടാണ്. ഈ ലത്തീൻ സഭ ഇതുവരെ മിണ്ടാതിരുന്നിട്ട് വകുപ്പ് വിഭജനം വന്നപ്പോൾ കയറി ഇടപെടുന്നത് ഒരു അല്പം അസ്വാഭാവികത എനിക്ക് തോന്നി. അതും മുസ്ലിം ലീഗിന് കൊടുക്കരുത് എന്ന് പറയുക. ഞാനപ്പോൾ എനിക്കത് മനസ്സിലായില്ല. കാരണം ഈ വകുപ്പിൽ നിന്നൊക്കെ ദ്രവ്യം തടയും, ഇതാണല്ലോ ഇതിൻ്റെ ആവശ്യം, കാശുണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഉണ്ടാക്കിയ കാശിൻ്റെ ഒരു വിഹിതം ലത്തീൻ സഭയ്ക്ക് കൊടുക്കണം എന്നൊരു കരാറുണ്ടാക്കി കഴിഞ്ഞാൽ മുസ്ലിം ലീഗ് ആ കരാറ് കൃത്യമായിട്ട് പാലിക്കും. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടില്ലേ, മുസ്ലിം ലീഗ് രാഷ്ട്രീയമൊക്കെ കളിക്കുമെങ്കിലും ആ രാഷ്ട്രീയത്തിനുള്ളിലൊരു തറവാടിത്തം മുസ്ലിം ലീഗിനുണ്ട്. വാക്ക് പാലിക്കും അവർ പറയുകയാണ്, തിരുമേനിക്ക് 25%, 30% എത്രയാണെന്ന് വെച്ചാൽ പറ, അത് ഞങ്ങളവിടെ എത്തിച്ചോളാം, കൃത്യമായിട്ട് തിരുവനന്തപുരത്ത് വന്നോളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷേ അത് അങ്ങനെ തീരുന്നില്ല. ആ ഒരു ഓഫർ പലരും വെച്ച് കാണുമല്ലോ, പക്ഷേ അത് തീരുന്നില്ല. അപ്പോഴാണ് ഞാനിതിൻ്റെ കൂടുതൽ അന്വേഷണം നടത്തിയത്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, തിരുവനന്തപുരം ഭാഗത്ത് ഈ മുക്കുവന്മാർ, കടലിൽ പോകുന്നവർ 3 തരമുണ്ട്. 3 മതങ്ങളിൽപ്പെട്ടവർ: മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യൻ. ക്രിസ്ത്യനിൽ കൂടുതൽ പേര്, ഒരുപക്ഷെ 100% ലത്തീൻ കത്തോലിക്കരാണ്. അതുകൊണ്ട് ലത്തീൻ കത്തോലിക്ക ബിഷപ്പിൻ്റെ സാമ്രാജ്യം, അദ്ദേഹത്തിൻ്റെ കൊട്ടാരം തിരുവനന്തപുരം സിറ്റിക്കുള്ളിലാണെങ്കിലും സാമ്രാജ്യം ഈ കടൽ പുറത്താണ്. തിരുവനന്തപുരത്തിൻ്റെ കടപ്പുറമാണ് സാമ്രാജ്യം. മുസ്ലിങ്ങൾക്കും അങ്ങനെ തന്നെ, അവരുടെ സാമ്രാജ്യം അവിടെയാണ്. ടൗണിൽ പാളയം പള്ളി ഒക്കെ ഉണ്ടെങ്കിലും സാമ്രാജ്യം ഭീമാപ്പള്ളി, ചെറിയ തുറ, വലിയ തുറ, പൂന്തുറ, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ. അവിടെ ക്രിസ്ത്യാനികളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, കുറച്ച് ഹിന്ദുക്കളുമുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കേരള ശബ്ദം വീക്കിലി തുറന്ന് ഇത് എഴുതിയിരുന്നു, അവിടെ സംഭവിക്കുന്നത് എന്താണ്. അന്ന് അവർ പറഞ്ഞു, മൊത്തം കടപ്പുറം 3ആയിട്ട് വിഭജിച്ചിട്ടുണ്ട്, A, B, C. ഇടയ്ക്കിടയ്ക്ക് എയും ബിയും സിയും ഒക്കെ കലർന്നൊക്കെ വരും കേട്ടോ. പക്ഷേ ഈ എയും ബിയും സിയും തമ്മിൽ നോമാൻസ് ലാൻഡ് ഉണ്ട് ഇടയ്ക്ക്. ഒന്നുകിൽ എല്ലാവരും ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ആരും കയറാൻ പാടില്ലാത്തത്. അപ്പോൾ സിയിൽ വലയുണക്കുന്ന ആൾ നോമാൻസ് ലാൻഡിലേക്ക് വല ഒന്ന് കയറി കഴിഞ്ഞാൽ മറ്റവർ ഒബ്ജക്ഷൻ പറയും, ഞങ്ങളുടെ അതിർത്തിയിലേക്ക് വരാൻ ശ്രമിക്കല്ലേ എന്ന് പറയും. അപ്പോൾ ഇയാൾ വല ഉള്ളിലേക്ക് വലിക്കണം. ഇങ്ങനെയാണ് നിയമം. അപ്പോൾ ഇത് ABC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യൻ, ഈ 3 വിഭാഗങ്ങളാണ്. ഇങ്ങനെ കടൽക്കര വിഭജിച്ചാണ് അവിടെ മത്സ്യബന്ധനം നടക്കുന്നത്. അവിടെയാണ് വെടിവെപ്പും പരിപാടിയൊക്കെ നടക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, ഈ പൂവാർ, പൂന്തുറ, വിഴിഞ്ഞം, വലിയതുറ, ഭീമാപ്പള്ളി, ഇതുപോലെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക്
പോലീസ് ആകാശത്തേക്ക് വെടിവെക്കും. അപ്പോൾ പത്രക്കാർ, ചാനലുകാരൊക്കെ റിപ്പോർട്ട് ചെയ്യും, ഒരു വിഭാഗം തൊഴിലാളികൾ മറ്റൊരു വിഭാഗം തൊഴിലാളികളുമായി ഏറ്റുമുട്ടിയതിനെ തുടർന്ന് പോലീസ് ആകാശത്തേക്ക് വെടിവെച്ചു. ജനക്കൂട്ടം 1.5 മണിക്കൂർ നിന്നെങ്കിലും പിന്നെ പിരിഞ്ഞുപോയി. അപ്പോൾ നമുക്ക് ഈ ഒരു വിഭാഗം ഏതാ മറ്റേ വിഭാഗം ഏതാണെന്ന് അറിയാൻ പറ്റില്ല. ആ ഒരു പ്രശ്നം സോൾവ് ആക്കി തന്നത് മനോരമ പത്രമാണ്. മനോരമ പത്രം എന്ത് ചെയ്തു? അവർ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവരെഴുതി, ഒരു വിഭാഗം ആൾക്കാർ മറ്റൊരു വിഭാഗം ആളുകളുമായിട്ട് ഏറ്റുമുട്ടി, പോലീസ് ആകാശത്തേക്ക് വെടിവെച്ചു, ലാത്തി ചാർജ് നടത്തി, ലത്തീൻ സഭ പ്രതിഷേധിച്ചു, മഹല്ല് കമ്മിറ്റിയുടെ ഹർത്താൽ. അപ്പോൾ നമുക്ക് സംഗതി പിടികിട്ടി ആരാണ് ഈ രണ്ട് കൂട്ടർ. ഒരു വിഭാഗം മറ്റൊരു വിഭാഗം ഏതാണെന്ന് നമുക്ക് മനസ്സിലായി. എന്നാൽ മനോരമ എന്തെങ്കിലും ഒരു വർഗീയ റിപ്പോർട്ടിംഗ് നടത്തിയിട്ടുണ്ടോ? ഇല്ല. വർഗീയ സംഘർഷങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ വളരെ കെയർഫുള്ളായിരിക്കണം എന്ന് പത്രക്കാർക്കൊരു നിർദ്ദേശമുണ്ട്, പോലീസിൻ്റെ നിർദ്ദേശമുണ്ട്. വളരെ കടുത്ത നിർദ്ദേശങ്ങളൊക്കെയാണ് ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അതിൽ പക്ഷേ കുത്തിത്തിരികാൻ പറ്റിയത് ഈ 2 ലൈനേ ഉള്ളൂ. ലത്തീൻ സഭ പ്രതിഷേധിച്ചു, അത് നുണയാണെന്ന് പറയാൻ പറ്റില്ലല്ലോ, അവർ പ്രതിഷേധിച്ചതാണ്. മഹല്ല് കമ്മിറ്റി ഹർത്താലും പ്രഖ്യാപിച്ചിട്ടുണ്ട്, അതും സത്യമാണ്. മനോരമ നുണയൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ പറയേണ്ട കാര്യം വായനക്കാരിൽ അവരെത്തിച്ചു. അപ്പോൾ അങ്ങനെയാണ് അവിടുത്തെ സ്ഥിതി. അപ്പോൾ ഇപ്പോൾ ഈ കടപ്പുറത്തിൻ്റെ ആധിപത്യം ആർക്കാണ് എന്നുള്ളതാണ് ചോദ്യം. ഇതിൽ ഹിന്ദു പരിഗണിക്കപ്പെടുന്നേ ഇല്ല. അവരെണ്ണത്തിൽ കുറവാകാം, അല്ലെങ്കിൽ തന്നെ അവർക്കിങ്ങനെ ആധിപത്യമൊന്നും വേണമെന്നൊന്നുമില്ല. എങ്ങനെയെങ്കിലും തട്ടിമുട്ടി അങ്ങ് ജീവിക്കുക ഒരു സാധാരണ ഹിന്ദുവിൻ്റെ സ്വഭാവം ഉണ്ടല്ലോ. ഒന്നാമത് മതേതരത്വം വിട്ടൊരു കളി ഹിന്ദുവിനില്ല. അതുകൊണ്ട് അവൻ ഈ വക ആധിപത്യത്തിനൊന്നും പോകുകയൊന്നുമില്ല. ആരെങ്കിലും അധിപനായിട്ടിരുന്നാൽ അവൻ്റെ കീഴിൽ ഹിന്ദുവും അനമര്യാദയായിട്ട് ജീവിച്ചോളും. ഇതാണ് ഹിന്ദുവിൻ്റെ സ്വഭാവം. അതുകൊണ്ട് ഹിന്ദുവിനോട് പോയി തോട് കേൾക്കാൻ പറ. മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഇതിൻ്റെ കടപ്പുറത്തിൻ്റെ ആധിപത്യം ആർക്ക് എന്നൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട് വർഷങ്ങളായിട്ട്. അതിൻ്റെ ആധിപത്യം ചോദ്യം ചെയ്യാതെ ലത്തീൻ സഭയുടെ കയ്യിലാണ് എന്ന് ലത്തീൻ സഭ വിചാരിക്കുന്നു. എന്നാൽ ഭീമാപ്പള്ളിയൊക്കെ കേന്ദ്രീകരിച്ച് മുസ്ലിങ്ങൾക്കും നല്ല ശക്തി അവിടെയുണ്ട്, വളരെ നല്ല ശക്തിയുണ്ട്, മോശമൊന്നുമല്ല. ബട്ട് അവർ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടി വഴക്കുണ്ടാക്കാനൊന്നും തയ്യാറല്ല. അതും എന്തുകൊണ്ടാണെന്ന് അറിയില്ല കേട്ടോ. അവർ വിട്ടുകൊടുക്കാൻ തയ്യാറാണ്. അവരാകെ പറഞ്ഞത് ഉന്നത വിദ്യാഭ്യാസം ഞങ്ങൾക്ക് തരിക. ഉന്നത വിദ്യാഭ്യാസം ഇപ്പോൾ കോൺഗ്രസിൻ്റെ കയ്യിലാണ്. റോജി എം ജോണിനെയാണ് നിയുക്ത മന്ത്രി. ഇത് വകുപ്പ് വിഭജനം പൂർത്തിയായിട്ടില്ല, പറഞ്ഞു കേൾക്കുന്ന വെച്ച് ഞാൻ പറയുകയാണ്. റോജി എം ജോണാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി. അപ്പോൾ ഈ ഉന്നത വിദ്യാഭ്യാസം ലീഗിന് കൊടുക്കുക, എന്നിട്ട് ഫിഷറീസ് ആർക്കാണെന്ന് വെച്ചാൽ കൊടുത്തു. ഞങ്ങൾക്ക് ഫിഷറീസിൽ നിർബന്ധമില്ല, ഞങ്ങൾക്ക് ആ ഭാഗത്ത് ആധിപത്യം മറ്റ് രീതിയിൽ സ്ഥാപിക്കാൻ അറിയാം, എടുത്തുകൊണ്ട് പോടാൻ എൻ്റെ ഫിഷറീസ് എന്നാണ് മുസ്ലിം ലീഗിൻ്റെ ഭാവം. കാരണം മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മീൻ കച്ചവടമായാലും എന്താ, യൂണിവേഴ്സിറ്റി ആയാലും എന്താ, രണ്ടും ഒരുപോലെയല്ലേ. പൈസ ഉണ്ടാക്കുന്നത് യൂണിവേഴ്സിറ്റിയിൽ നിന്നും കാശുണ്ടാക്കാം. അതായത് ഈ ജാമിയ മിലിയ ഇസ്ലാമിയ യൂണിവേഴ്സിറ്റിയുടെ കോഴിക്കോട് സെൻറ്റർ, പിന്നെ മറ്റേ മുസ്ലിം യൂണിവേഴ്സിറ്റി വേറെയുമുണ്ട്, അതിൻ്റെയൊക്കെ സെൻറ്റർ ഇവിടെ കോഴിക്കോട് സ്ഥാപിക്കുക, കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിൽ. അതിന് കോടികളുടെ കാശ് UGCയിൽ നിന്നും കേന്ദ്ര സർക്കാരിൽ നിന്നും മേടിച്ചെടുക്കുക, അവിടെ കുറേ നിയമനങ്ങൾ നടത്തുക, പിൻവാതിൽ മുൻവാതിൽ പല രീതിയിൽ പൈസ ഉണ്ടാക്കി ഗ്രാൻഡായിട്ട് അത് നടത്തിക്കൊണ്ട് പോവുക. ഇനി അതല്ലെങ്കിൽ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ആഴക്കടൽ മത്സ്യബന്ധനം, തേങ്ങാക്കൊല, മാങ്ങാത്തൊലി എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ കാശുണ്ടാക്കുക. മുസ്ലിം ലീഗ് നോക്കിക്കഴിഞ്ഞപ്പോൾ ഇവിടെ കാശല്ലേ വേണ്ടത്. അതിപ്പോൾ മീൻ വിറ്റാലെന്താ, യൂണിവേഴ്സിറ്റി വിറ്റായാലെന്താ, കാശിന് കാശ് കിട്ടിയാൽ പോരെ. ഇതാണ് അവരുടെ നോട്ടം. കോൺഗ്രസ്സിന് ഈ ഉന്നത വിദ്യാഭ്യാസം കിട്ടിയിട്ട് എന്ത് വേണം? അവർക്കും കാശാണ് നോട്ടം. അല്ലാതെ അവരെന്താ ബെർക്കിലി യൂണിവേഴ്സിറ്റിയും ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയും ഒക്കെ ഉണ്ടാക്കാൻ പോവുകയാണ് നാട്ടിൽ? ഒന്നും അല്ലല്ലോ. വിദ്യാഭ്യാസം നന്നാക്കാനൊന്നുമല്ല, കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് പേർക്ക് PhD കിട്ടും. അതിപ്പോൾ ആര് ഭരിച്ചാലും കുറേ അധികം പേർക്ക് വാഴക്കൊല PhD, വാഴപ്പിണ്ടിക്ക് PhD, തേങ്ങാക്കൊല PhD, മാങ്ങാത്തൊലി PhD, ഇതുപോലെയൊക്കെ ഇപ്പോൾ ഒരുപാട് സാധനങ്ങൾ കിട്ടും. അപ്പോൾ അവർക്കെല്ലാം പ്രൊഫസർമാരായിട്ട് നിയമനവും കിട്ടും. ആദ്യം താൽക്കാലികമായിരിക്കും, പിന്നെ പിന്നെ പതുക്കെ പെർമനൻ്റ് ആയിക്കോളും. അത് ഈ മന്ത് പോലെയാണ്. മന്ത് വരുമ്പോൾ ഉണ്ടല്ലോ, ആദ്യം അത് താൽക്കാലികമാണ്, ചെറുതായിട്ട് കാലൊന്ന് വീർക്കും, 2 ദിവസം കഴിയുമ്പോൾ അത് നീരിറങ്ങിപ്പോവും.
അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് മാറിയെന്ന്. അങ്ങനെയല്ല, അത് വീണ്ടും വീർക്കും, ഇച്ചിരി കൂടെ വലുതായിട്ട് വീർക്കും, പിന്നെ ഇത് പോവില്ല. അങ്ങനെയാണ് ഈ താൽക്കാലികക്കാർ പെർമനൻ്റ് ആക്കുന്നത്. ഈ ചേർത്തലക്കാരോട് ഞാൻ പഴയൊരു ചേർത്തലക്കാരനാണല്ലോ, ഇപ്പോൾ ചേർത്തലക്കാരോട് ചോദിച്ചാൽ അറിയാം ഈ മന്തിൻ്റെ സ്വഭാവം. മന്ത് പോലെയാണ് ഈ ടെമ്പററി എംപ്ലോയി പെർമനൻ്റ് ആകുന്നത്. അപ്പോൾ അങ്ങനെ പല രീതിയിൽ പണം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ മതങ്ങളുടെ ആധിപത്യം, അതാണല്ലോ മതേതരത്വം എന്ന് പറയുന്നത്. ആ കളിയിൽ ഹിന്ദു പുറത്താകുക. മതേതരത്വത്തിൻ്റെ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് വെച്ചാൽ ഹിന്ദു ഷാൽ ബി ദ കാഷ്വാലിറ്റി. അവനെ ആദ്യമേ തട്ടുക. അപ്പോൾ തന്നെ സംഗതിക്ക് ഒരു ഗുമ്മ വന്നു. ബാക്കി പിന്നെ രണ്ട് എസ്റ്റാബ്ലിഷ്ഡ് മതങ്ങളാണ്. അവർ തമ്മിലുള്ള ആധിപത്യത്തിൻ്റെ യുദ്ധത്തിൽ ആര് ജയിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ നമ്മളുടെ മുനമ്പം പ്രശ്നമുണ്ടല്ലോ, അവിടെയും മുനമ്പം കടപ്പുറമാണ്. കടപ്പുറത്ത് ലത്തീൻ സഭയാണ്. അപ്പോൾ ലത്തീൻ സഭയ്ക്ക് മുനമ്പത്ത് നഷ്ടം വന്നു. മുനമ്പത്തുകാരിപ്പോഴും ആകാശത്ത് നിൽക്കുക. അവർക്ക് അവരുടെ ഭൂമി ക്രയവിക്രയ സർവ്വസ്വാതന്ത്ര്യത്തോടു കൂടി ഇതുവരെ അവരുടെ കയ്യിൽ കിട്ടിയിട്ടില്ല. നമ്മുടെ വഖഫ് അമെൻമെൻറ്റ് വന്നു കഴിഞ്ഞാൽ സ്വർഗരാജ്യം കിട്ടുമെന്ന് പറഞ്ഞ് കിട്ടിയില്ല. ഇപ്പോഴും അവർ കേസും ഒക്കെ ആയിട്ട് നടക്കുകയാണ്. അത് ലത്തീൻ സഭയ്ക്കൊരു ക്ഷീണമാണല്ലോ. ആണ് കാര്യം. അവർ കോൺഗ്രസിനെ ജയിപ്പിക്കുകയൊക്കെ ചെയ്തു, ഹൈബീഡിന് വോട്ട് ചെയ്തു, പല രീതിയിലൊക്കെ അവർ കോൺഗ്രസിൻ്റെ കൂടെ തന്നെ അവർ നിൽക്കുന്നു. പക്ഷേ തോറ്റത് തന്നെ, അതിൻ്റെ ദണ്ണം ഉള്ളിലില്ലാതിരിക്കുക. അപ്പോൾ മുനമ്പത്തെ തോൽവി ഈ പൂന്തുറയിലോ പൂവാറിലോ വിഴിഞ്ഞത്തോ വിജയമാക്കി മാറ്റണം എന്ന് ലത്തീൻ സഭയ്ക്ക് തോന്നുന്നുണ്ടാവും. തെറ്റില്ലല്ലോ അതിൽ. മതേതരത്വം വേണ്ടിയെന്ന് നിങ്ങൾ ഒരുമാതിരി, ഞാൻ സത്യത്തിൽ നിങ്ങളോട് പറഞ്ഞു തോറ്റു. നിങ്ങൾക്ക് ഈ മതേതരത്വത്തിൻ്റെ അടിസ്ഥാനം ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല കേരളത്തിൽ. മതേതരത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഹിന്ദുവിനെ പുറത്താക്കുക, ഫസ്റ്റ് കണ്ടീഷനാണ്. അത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് മതേതരത്വത്തിൻ്റെ ആദ്യത്തെ പടിയിൽ നിൽക്കാനുള്ള യോഗ്യത പോലും ഉണ്ടാവില്ല. അവരെ അങ്ങോട്ട് വിടുക. പിന്നെ ഈ തിണ്ണ നിരങ്ങില്ല എന്ന് വി ഡി സതീശനെ പോലെയുള്ള മഹാത്മാഗാന്ധിമാർ പറയുമ്പോൾ അത് കണിച്ചുകുളങ്ങരയിലോ ചങ്ങനാശ്ശേരിയിലോ പോയി തിണ്ണ നിരങ്ങില്ല എന്ന് മാത്രമാണ് അതിൻ്റെ അർത്ഥം. ഈ ചങ്ങനാശ്ശേരിയിൽ ഞാൻ പോയിട്ടുണ്ട്. അവിടെ തിണ്ണയുണ്ട്, പക്ഷെ നിരങ്ങാനൊക്കെ വലിയ പ്രയാസം. എന്തോ പൂച്ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. ആളുകൾക്ക് നടക്കാനുള്ള തിണ്ണയാണ്, അവിടെ കിടന്ന് നിരങ്ങാൻ പറ്റില്ല. എന്നാലും അത്യാവശ്യം തിണ്ണ നിരങ്ങിയേ പറ്റുള്ളെങ്കിൽ ചങ്ങനാശ്ശേരിയിൽ അതിനുള്ള സൗകര്യം അവർ തിണ്ണയിൽ ഒരുക്കിത്തരും. കണിച്ചുകുളങ്ങരയിൽ ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശൻ മുതലാളിയുടെ വീടാണ്. അവിടെയും ഞാൻ തിണ്ണ കണ്ടില്ല. 2 തവണ ഞാനവിടെ പോയിട്ടുണ്ട് കേട്ടോ. വലിയ വീടായതുകൊണ്ട് തിണ്ണയുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല. അതുകൊണ്ട് അവിടെ സംവിധാനം എന്തെങ്കിലും ഉണ്ടാകും. തിണ്ണയിലെല്ലാം നിരങ്ങുണ്ട്, അത് അവർ എന്തെങ്കിലും ചെയ്തു തരും. അപ്പോൾ പക്ഷേ ഈ 2 സ്ഥലത്ത് നിരങ്ങുന്ന തിണ്ണ നിരങ്ങലായിട്ട് കൂട്ടുന്നത്. ബാക്കിയുള്ള നിങ്ങൾ പട്ടക്കാരന് അവരിവരൊക്കെ പോയി കണ്ടല്ലോ, ഓർത്തഡോക്സ് സഭയെ, യാക്കോബൈറ്റിനെ അവരിവരൊക്കെ പോയി കണ്ടു വി ഡി സതീശൻ. അതൊന്നും തിണ്ണ നിരങ്ങലായിട്ട് കൂട്ടാൻ പാടില്ല. ഇതൊക്കെ മതേതരത്വത്തിൻ്റെ അടിസ്ഥാന ശിലകളാണ്. ഇത് മനസ്സിലാക്കുക കേരളത്തിൽ ജീവിക്കണമെങ്കിൽ. മൂന്നാമത്തെ കാര്യം ഞാൻ പറയാം. ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഞാൻ പലതവണ പറയുന്നതാണ്, പക്ഷേ ഒരു മനുഷ്യനും ഇത് അംഗീകരിക്കാറില്ല. കേരളത്തിൽ ഹിന്ദു ന്യൂനപക്ഷമാണ്. 2011 സെൻസസിൻ്റെ ഫിഗേഴ്സൊക്കെ അവിടെ വെച്ചോ. ഇപ്പോൾ കേരളത്തിൽ ഹിന്ദു ന്യൂനപക്ഷമാണ്. അത് രാഷ്ട്രീയം കളിക്കുമ്പോൾ, വോട്ട് ചെയ്യുമ്പോൾ, സ്ഥാനാർത്ഥി നിർണയത്തിൽ അവിടെ ഇവിടെയൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം. എന്നിട്ടും എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ കരയുന്നു, ഹിന്ദു മന്ത്രിമാർ കുറവാണ്. ഇത് കുറവായ നിങ്ങൾ ന്യൂനപക്ഷമാണെന്നേ നിങ്ങൾക്ക് ഇങ്ങനെയാണ് ഭൂരിപക്ഷത്തിൻ്റെ ഇത് കിട്ടുന്നത്. എന്നിട്ട് തന്നെ 20-ൽ 11 അങ്ങനെ എന്തോ ഹിന്ദു ഉണ്ട്. അപ്പോൾ അങ്ങനെ കഷ്ടിച്ച് മൂക്ക് വെളിയിലിട്ട് നിൽക്കുകയാണ് ഹിന്ദു. അതും കൂടെ മുങ്ങണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം നിങ്ങളത് അർഹിക്കുന്നില്ല. ഒന്ന്, നിങ്ങളൊരു സമാജമായിട്ട് പ്രവർത്തിക്കുന്നില്ല, പിന്നെ നിങ്ങളെ ആരും മൈൻഡ് ചെയ്യും? ശക്തിയില്ലാത്തവനെ വല്ലവരും മൈൻഡ് ചെയ്യും. ജനാധിപത്യത്തിൽ എണ്ണമാണ് ശക്തി. എണ്ണം നിങ്ങൾക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്ത് ന്യായം പറഞ്ഞു കഴിഞ്ഞാലും ഒരു പട്ടിയും തിരിഞ്ഞു നോക്കുകയില്ല. അപ്പോൾ ഇതെല്ലാം മതേതരത്വത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങളാണെന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ നടക്കുന്ന യുദ്ധം
ഒരു മതേതര യുദ്ധമാണ്, മതേതരത്വത്തിൻ്റെ പൂത്തുലയിലാണ്. അതേസമയം മുസ്ലിം ഹിന്ദു ഒരു കലാപമോ വഴക്കോ നടന്നു കഴിഞ്ഞാൽ അത് അതിഭയങ്കര മതേതര വിരുദ്ധമായ പ്രവൃത്തിയായിട്ട് മാറും. കാരണം ഹിന്ദുക്കൾ കുറേ അടി കിട്ടുമ്പോൾ തിരിച്ചടിക്കുമല്ലോ, അത് മതി. ആ തിരിച്ചടി മതേതര വിരുദ്ധമായ പ്രവൃത്തിയാണ്. അങ്ങനെയാണ് മാറാട് സംഭവം നടന്നത്. മാറാട് സംഭവത്തിൽ 8 ഹിന്ദുക്കളും 1 മുസ്ലിമും കൊല്ലപ്പെട്ടു. അത് പോരാ എന്ന് തോന്നിയിട്ട് നമ്മളുടെ സുകുമാർ അഴീക്കോട് ഒരു പ്രസംഗ പര്യടനം പുള്ളി പൂവാറിൽ നിന്ന് തലശ്ശേരിക്കോ അതോ തലപ്പാടിക്കോ മറ്റോ നീണ്ട ഒരു പ്രസംഗ പര്യടനം അനൗൺസ് ചെയ്ത് പുള്ളിയുടെ ആദ്യത്തെ തുടക്കം പൂവാറിലോ വിഴിഞ്ഞത്തോ ആണ്. ഏതായാലും പുള്ളി നിശ്ചയിച്ച സ്ഥലത്തെ മുസ്ലിങ്ങൾ പറഞ്ഞു ഈ കലാപരിപാടി ഇവിടെ നടക്കില്ല. കാരണം സുകുമാർ അഴീക്കോടിൻ്റെ ന്യായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാറാട് നടന്നത് വലിയ കലാപമോ സംഗതിയോ ഒന്നുമല്ല. 8 ഹിന്ദുക്കളും 1 മുസ്ലിമും മരിച്ചു. ഒരു മുസ്ലിം മരിച്ചു എന്ന് പറയുമ്പോൾ ഹിന്ദുക്കൾ തിരിച്ചു വെട്ടിയപ്പോൾ മുസ്ലിം മരിച്ചു എന്ന് ധരിക്കരുത്. ഇവർ വെട്ടാൻ നേരത്ത് തെറ്റി ഒരു മുസ്ലിമിനെയും വെട്ടി. ഇരുട്ടായി കഴിഞ്ഞപ്പോൾ സന്ധ്യയ്ക്കായിരുന്നു ഈ വെട്ടും കൊലപാതകവും എല്ലാം. ഈ സന്ധ്യയ്ക്ക് ആളെ തിരിച്ചറിയാതെ ഒരു മുസ്ലിമിനെ കൂടെ വെട്ടി അരിഞ്ഞിട്ട് അങ്ങനെയാണ് ഒരു മുസ്ലിം മരിക്കുന്നത്. അല്ലാതെ ഹിന്ദുക്കൾ തിരിച്ചടിച്ചതൊന്നുമല്ല. ഹിന്ദുക്കൾ തിരിച്ചടിച്ചെങ്കിൽ ഞാൻ ഇവിടെ തലക്കെട്ടും കെട്ടി ഉത്സവം നടത്തിയാൽ. ഹിന്ദുക്കൾ തിരിച്ചടിച്ചില്ല, അടിക്കാനും പാടില്ല. അടിച്ചാൽ അത് മതേതര വിരുദ്ധാകും. ഇതാണല്ലോ ഇക്വേഷൻ. അപ്പോൾ സുകുമാർ അഴീക്കോട് പറഞ്ഞു സോദരർ തമ്മിൽ പോരൊരു പോരല്ല, സൗഹൃദത്തിൻ്റെ കലങ്ങിമറിയലാം എന്ന് വള്ളത്തോൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ മാറാട് സംഭവമൊന്നും ഒരു സംഭവമല്ല, അതൊക്കെ സഹോദരന്മാർ തമ്മിലുള്ള ഒരു കശപിശം മാത്രമാണെന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കാൻ തുടങ്ങി. അവിടെയുള്ള മുസ്ലിംസ് പറഞ്ഞു ഈ തെമ്മാടിത്തരവൊന്നും ഇവിടെ പ്രസംഗിച്ചാൽ ശരിയാവില്ല, അതുകൊണ്ട് ചേട്ടൻ വേറെ എവിടെയെങ്കിലും പൊക്കോ. സുകുമാർ അഴീക്കോട് തൻ്റെ പ്രസംഗം ക്യാൻസൽ ചെയ്തിട്ട് അടുത്ത സ്ഥലം പൂവാറിൽ നിന്ന് വിഴിഞ്ഞത്തേക്കോ അതോ വിഴിഞ്ഞത്ത് നിന്ന് പൂവാറിലേക്കോ ഞാൻ ഓർക്കുന്നില്ല, സ്ഥലം മാറിയാണ് പ്രസംഗ പര്യടനം തുടങ്ങിയത്. അപ്പോൾ ഇതാണ് കേരളത്തിലെ മതേതരത്വം. അന്ന് മുതൽ ഈ പറഞ്ഞ സംഭവം 2003 അതിനും പുറകിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് സംഭവ പരമ്പരകളുണ്ട്. ഞാൻ ഈ ഒരു സംഭവം ഒരു ഉദാഹരണമായിട്ട് നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ. ഏതായാലും ഈ മതേതരത്വത്തിൻ്റെ ഈ സൗന്ദര്യം ഇത് തുടരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഞാൻ ഈ ചെയ്ത വീഡിയോ നിങ്ങൾ കാണുമ്പോഴത്തേക്ക് ഒരുപക്ഷെ മതേതരത്വം പൂത്തുലഞ്ഞ് ഇവരൊരു സമരിയിൽ ശരി കോൺഗ്രസ് ഇത് ലീഗിന് വിട്ടുകൊടുക്കാം ഉന്നത വിദ്യാഭ്യാസം, എന്നിട്ട് ഫിഷറീസ് ഒരു ക്രിസ്ത്യാനിക്ക് കൊടുക്കാം. ഇതിനകത്തുള്ള ഗതികേട് എന്താണെന്ന് വെച്ചാൽ ഒരു ലത്തീൻ കത്തോലിക്കൻ മന്ത്രിസഭയിൽ വേണ്ടേ? ഉള്ള ഒരു ലത്തീൻ കത്തോലിക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഷിബു ബേബി ജോണാണ്. പുള്ളിയാണെങ്കിൽ റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടിയാണ്, RSP. ദൈവമില്ല ബിംബമില്ല എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളാണ്. പള്ളിയിലൊന്നും പോകാറില്ല പോലും. അതുകൊണ്ട് ലത്തീൻ സഭ ഷിബു ബേബി ജോണിനെയും ഒരു ലത്തീൻ കത്തോലിക്കനായിട്ട് കൂട്ടിയിട്ടില്ല. ഇദ്ദേഹം അവരെയും വകവയ്ക്കുന്നില്ല, അവർ ഇദ്ദേഹത്തെയും വകവയ്ക്കുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലും ഷിബു ബേബി ജോണിനെ പറഞ്ഞ് മനസ്സിലാക്കി ഒരു കണക്കിന് ഫിഷറീസ് വകുപ്പ് അങ്ങേരുടെ തലയിൽ കെട്ടിവയ്ക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അങ്ങേർക്ക് വനം വകുപ്പാണെന്ന് പറയുകയും പുള്ളി വനം വകുപ്പിൽ കയറിയിട്ട് ഒന്ന് മേയുകയും ഒക്കെ ചെയ്തു എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ വെച്ച കാല് പുറകോട്ടെടുക്കുന്നത് എങ്ങനെയാണ് ചേട്ടാ എന്ന് പറഞ്ഞിട്ടാണ് ഷിബു ബേബി ജോൺ നിൽക്കുന്നത്. ഏതായാലും ഷിബുവിൻ്റെ തലയിൽ നറുക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതില്ലെങ്കിൽ പിന്നെയുള്ളത് CP ജോണാണ്. ഈ സതീശൻ പോയി നിരങ്ങിയത് പോരാ എന്ന് ബിഷപ്പുമാർക്ക് തോന്നിയിട്ടായിരിക്കാം കെ മുരളീധരനും CP ജോണും കൂടെ പോയി നിരങ്ങി. CP ജോൺ നിരങ്ങി കഴിഞ്ഞാൽ നല്ല ഏരിയ, നല്ല തടിയാണ് പുള്ളിക്ക്. അപ്പോൾ ഒറ്റ നിരക്കിന് ഈ VD സതീശൻ 3 തവണ നിരങ്ങി ക്ലീൻ ചെയ്യുന്ന തിണ്ണ ഒരൊറ്റ തവണ CP ജോൺ നിരങ്ങിക്കഴിഞ്ഞാൽ ക്ലീൻ ആയിക്കോളും. അത്രയ്ക്ക് തടിയുണ്ട് പുള്ളിക്ക്. ഞാൻ കളിയാക്കി പറയുന്നതല്ല, എനിക്ക് പരിചയമുള്ള എൻ്റെ ഒരു സുഹൃത്തുമാണ്. നല്ല മനുഷ്യനാണ്, ശാന്ത സ്വഭാവിയാണ്. എത്രയോ കാലം കഴിഞ്ഞാണ് പുള്ളി MLA ആകുന്നത്. ആകെ പുള്ളിയുടെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ പുള്ളി ലത്തീൻ കത്തോലിക്കനല്ല, മാർത്തോമാക്കാരനാണ്. പക്ഷേ പുള്ളിക്ക് അതിനോടും വലിയ മമതയൊന്നും ഇല്ലാത്തത് കൊണ്ട് ചിലപ്പോൾ ലത്തീൻ സഭ
ആ നല്ല CP ജോണിനെങ്കിൽ അങ്ങേർക്ക് കൊടുക്കും, ഒന്നുമില്ലേ ക്രിസ്ത്യാനിയല്ലേ, ലത്തീനല്ലെന്നല്ലേ ഉള്ളൂ. മാത്രവുമല്ല ലത്തീൻ തിരുമേനിമാരെ കണ്ടിട്ടാണ് CP ജോൺ ഇത്തവണ ജയിച്ചത്. CP ജോൺ ശുദ്ധ മതേതരനാണ് കേട്ടോ, കാര്യമൊക്കെ ശരി, കമ്മ്യൂണിസ്റ്റാണ്, ഒറിജിനൽ കമ്മ്യൂണിസ്റ്റാണ്, MV രാഘവൻ്റെ ശിഷ്യനാണ്, എല്ലാം ശരിയാണ്. പക്ഷേ ലത്തീൻ സഭയുടെ ഒരു കൈ സഹായം വാങ്ങിച്ചാണ് CP ജോൺ ജയിച്ചത്. അതുകൊണ്ടാണ് CP ജോണും K മുരളീധരനും കൂടെ പോയത്. ഇവർ പുറത്തിറങ്ങി വന്നിട്ട് K മുരളീധരൻ ചാനലുകാരോട് പറയുകയാണ്, ഇത് പതിവ് സന്ദർശനമാണ്, ഇതിൽ അസ്വാഭാവികമായിട്ടൊന്നുമില്ല. അതെനിക്കിഷ്ടപ്പെട്ടു. ഞാനിപ്പോഴാണ് അറിയുന്നത് K മുരളീധരൻ പതിവായിട്ട് ലത്തീൻ സഭയിൽ പോയി കൈമുത്തി അനുഗ്രഹം വാങ്ങിച്ചാണ് തൻ്റെ ജീവിതം തുടങ്ങുന്നത്. ഈ പതിവായിട്ട് പതിവ് സന്ദർശനം എന്ന് പറഞ്ഞാൽ അതാണല്ലോ അർത്ഥം. ഞാൻ കൂടെ വരാറുണ്ട് എന്നാണ് പതിവിൻ്റെ അർത്ഥം. അപ്പോൾ ഏതായാലും നല്ല കാര്യമാണ്. മുരളീധരനും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ, ലത്തീൻ സഭയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. മറ്റ് സഭകൾ RC പിന്നെ ഓർത്തഡോക്സ് അവരിവരൊക്കെ മുടിഞ്ഞ് മുണ്ടക്കോല് തല്ലിപ്പോട്ടെ. ലത്തീൻ സഭ സിന്ദാബാദ് എന്ന് K കരുണാകരൻ്റെ മകൻ. അപ്പോൾ അദ്ദേഹവും പതിവ് സന്ദർശകനാണ്. CP ജോൺ അവരുടെ സ്വന്തം ആളാണ്. അങ്ങനെ മംഗളമായിട്ട് ഇത് തീരും. മതേതരത്വം പൂർവാധികം ഭംഗിയോടെ പൂത്തുലയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. താങ്ക് യു.